ഞങ്ങളങ്ങനെ സാധനമൊക്കെ വാങ്ങി എത്തി. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് സംഭവം വർക്കാവുകയല്ല. ഇനി നമുക്ക് ഊതി ഉറപ്പിക്കേ വഴിയുള്ളൂ. ഇട്ട മേക്കപ്പും പോയി. എന്തായാലും മഴ ഓട്ടം കൊണ്ട് ഏറെക്കുറെ ഒരു വഴിയായിരുന്നു. എൻ്റെ ബ്രൈഡൽ ഷവർ ഞാനൊരു പേസ്റ്റൽ തീം കളറായിരുന്നു പ്ലാൻ ചെയ്തത്. അതാണ് എല്ലാവരും പേസ്റ്റൽ കളർ ഡ്രസ്സ് ഇട്ട് വന്നത് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ആൻറ്റിക്കും അങ്കിളിനും ചക്കരയ്ക്കും പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ വീഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത ജിതിൻ ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഇവരുടെ എല്ലാവരുടെയും കട്ട ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പോയത്. നിങ്ങളെല്ലാരും എന്തോ കാണിക്കുമ്പോ നിങ്ങൾ വെറുതെ വെക്കില്ല. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത് ഈ പാർക്കിൽ വെച്ച് കേക്ക് കട്ടിങ്ങും അത് കഴിഞ്ഞ് ബീച്ചിൽ പോയിട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കാമെന്നായിരുന്നു. പക്ഷെ മഴ നമ്മളെ ചതിച്ചു. ഇത് നമ്മൾ ചെയ്തതൊരു സൺഡേ ആണ് ആൻഡ് മൺഡേ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സൺഡേ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്. സോ എല്ലാവർക്കും പല സ്ഥലത്തുനിന്ന് വന്നേ പലർക്കും എന്താ പറയുക തിരിച്ച് വീട്ടിലെത്തണം. സോ നമ്മുടെ ബീച്ചിലുള്ള ഫോട്ടോസും സംഭവമൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞാൻ മാത്രം പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ഇവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഞാനും ചക്കരയും ജിതിൻ ബ്രോയും കൂടെ നേരെ ബീച്ചിലോട്ട് വിട്ടു. അവിടെ ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ബ്രൈഡൽ ഷവർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കുറേ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഫൺ. സമയം രാത്രി ഒരു 8 മണി കഴിഞ്ഞായിരുന്നു. ബട്ട് സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലൈറ്റ് കിട്ടിയത്. അതിൻ്റെ ഫുൾ ഔട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. കണ്ടിട്ട് അഭിപ്രായം പറയൂ. And thanks for watching. Bye bye. And thank you everyone from bottom of my heart for making that day really beautiful. Thank you.